നീ മോളിൽ കയറിട്ടെ ഇതെന്താന്ന് നോക്ക് വർക്കകത്ത്. ശരി. ഇത് വർക്ക് ചെയ്തോണ്ടിരുന്നതാ. ഞാൻ ലൈൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇന്ദ്രേട്ടാ അതിനകത്തുള്ള സ്പാനർ നിർത്തേ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഇനി അപ്പുറത്തെ റൂമിലെ ഫാൻ ഒന്ന് നോക്കണം. 1-2 ലൈറ്റും കംപ്ലൈന്റ് ഉണ്ട്. എടുത്തു. നടന്നു. സോനെ, ഇവിടെ ഏതോ ഒരു ലൈറ്റ് കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞല്ലോ സോനെ. അതേതാ? ഇലക്ട്രീഷ്യൻ വന്നിട്ടുണ്ട്. വാഷിംഗ് മെഷീന്റെ കണക്ഷനാണ് ഇന്ദ്രേട്ട അർജന്റായിട്ട് നന്നാക്കേണ്ടത്. വേറെ എവിടെയും കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? കിച്ചണിലെ ലൈറ്റ് കുറവാണെന്ന് അനു പറഞ്ഞല്ലോ. വാഷിംഗ് മെഷീൻ ശരിയാക്കുന്നതിനോടൊപ്പം ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ കൂടി റെഡിയാക്കാനാണ് ഉണ്ണിയെ വിളിച്ചത്. അടുക്കളയിലെ ലൈറ്റ് ഒന്ന് മാറിയിടേണ്ട കാര്യമുള്ളൂ. ഏട്ടത്തി എന്തെങ്കിലും കുറവ് കണ്ടുപിടിച്ചെങ്കിൽ ഏട്ടനതിങ്ങ് മാറ്റി കൊടുത്തേക്ക്, ഞങ്ങള് മാറി തന്നേക്കാം. വാ പ്രതിഭ. ഇന്ദ്രേട്ട, നിങ്ങൾക്കുള്ള ചായ ഇവിടെ വെച്ചാ മതിയോ? വേണ്ട പ്രതിഭേ, അങ്ങോട്ട് കൊണ്ടുപോക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. ഉണ്ണി, ആ ലൈറ്റാണ് മാറേണ്ടത്. ഒന്ന് നോക്ക്. ശരി. അല്ല, തിരിച്ചു പോകുമ്പോ അനുപമയുടെ വീട്ടിൽ കേറിട്ട് പോവായിരിക്കും അല്ലേ? അവളെ അവിടെ വെച്ച് കാണാമല്ലോ. അതിനല്ലല്ലോ സുശീലേച്ചി ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അനുപമ സുശീലേച്ചിയുടെ മരുമകളായിട്ട് ഇങ്ങോട്ട് വന്നത് കാണാനല്ലേ. അറ്റുപോയ ബന്ധങ്ങൾ വീണ്ടും കൂടിച്ചേർന്നത് വലിയ സന്തോഷമുള്ള കാര്യമല്ലേ സുശീലേ? ആ സന്തോഷത്തിലൊന്ന് പങ്കുചേരണമെന്നേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അനുപമയോട് മാത്രമായി ഞങ്ങൾക്കൊരു മമതയില്ല. അതെ. അതൊന്നും നീ പറയണ്ട സുധ. പ്രതിഭ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നപ്പോ അനുപമ അവിടെ സ്ഥിരം സന്ദർശിക്കുകയായിരുന്നു എന്നൊക്കെ എനിക്കറിയാം. ഞാനൊരു ദിവസം അവിടെ വന്നപ്പോ അന്ന് അവളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തല്ലോ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ അമ്മേ. ഏട്ടത്തി ഇപ്പോ നമ്മുടെ കുടുംബത്തിലെ ഒരംഗോ. പഴയതൊന്നും ഇനി നമ്മൾ ചർച്ച ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. അല്ല, ഇവിടുത്തെ കറണ്ട് സംവിധാനം മുഴുവൻ നീ പൊളിച്ചു പണിയുവാണോ ഇന്ദ്ര? ഇല്ലമ്മേ, ചെറിയ ചെറിയ കംപ്ലൈന്റുകളൊക്കെ തീർക്കാന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അത് പിന്നെ വലിയ കംപ്ലൈന്റ് ആയിട്ട് മാറും. ഇന്ദ്രേട്ടാ, ചായ തണുത്തു. ഉണ്ണി, ചായ കുടിക്കേ, എന്നിട്ട് നോക്കാം. ഇവിടെ എന്തെങ്കിലും മാറ്റാനായിട്ടുണ്ടോ ഇന്ദ്രേട്ടാ? ഉണ്ണി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. മാറ്റേണ്ടതൊക്കെ മാറ്റിയേക്കാം. അപ്പോ നമുക്ക് ഇവിടുന്ന് മാറിക്കൊടുക്കാം പ്രഭാവതി. അവരുടെ വർക്ക് നടക്കട്ടെ. എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? ഇത്ര പെട്ടെന്ന് പോവാനോ? വന്നിട്ട് വീട്ടിനകത്ത് പോലും കയറിയല്ലോ. ഇങ്ങനെയാണോ ബന്ധുക്കള്? പ്രതിഭേ, അച്ഛനും അമ്മയും അകത്തേക്ക് വിളിച്ചോണ്ട് പോ. ഊണ് കഴിച്ചിട്ട് വിട്ടാ മതി രണ്ടാളെയും. സുശീലേച്ചിയും വാ. നിങ്ങൾ പോയി മോളോട് വല്ലോ മിണ്ടിയും പറഞ്ഞോക്കെ